Hello friends, welcome to Resolute Academy. In this video, syllogism അടുത്ത പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതിനു മുമ്പ് 12 വീഡിയോസിൽ 12 പാർട്സ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. Definite conclusions ആയാലും possibility conclusions ആയാലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. Now we are going to discuss the reverse syllogism part. And guys, please understand one thing. കുറച്ച് ദിവസം ഗ്യാപ്പ് വന്നു, കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസും കുറച്ച് വേറെ പ്രശ്നങ്ങൾ വന്നപ്പോഴേ നമുക്ക് വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി മുമ്പോട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഡെലിവർ ചെയ്യുന്നുണ്ടാവും. പിന്നെ നമ്മൾ ഈ പഠിച്ച പാർട്ടുകൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഞാൻ താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. നിങ്ങൾക്ക് ഡെയിലി ഫ്രീ ആയിട്ട് ടോപ്പിക് വൈസ് ടെസ്റ്റ് സിലോയിസമിൻ്റെ ആയാലും നമ്മൾ പഠിക്കുന്ന ഓരോ ടോപ്പിക്സിൻ്റെയും ടെസ്റ്റുകൾ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിലോ വെബ്സൈറ്റിലോ കയറി ചെയ്യാൻ പറ്റും. ഫ്രീ ആണ്, കംപ്ലീറ്റ്ലി വേറെ കോസ്റ്റ് ഒന്നുമില്ല. യു ക്യാൻ ജസ്റ്റ് ഗോ ആൻഡ് പ്രാക്ടീസ് ദ ടെസ്റ്റ് ദാറ്റ് ആർ അസൈൻ ടു യു സോ ദാറ്റ് ആദ്യം നിങ്ങൾക്കൊരു എന്താ പറയുക അക്യൂറസി ഡെവലപ്പ് ആവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്പീഡും ഡെവലപ്പ് ആവും ആ ടെസ്റ്റുകൾ റെഗുലറായിട്ട് ചെയ്ത് വരുമ്പോഴേ. സോ ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ ചെയ്ത് വേണം നമ്മൾ ആദ്യം സ്ട്രെങ്ത് ബിൽഡപ്പ് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ ചെയ്യാം. ദാറ്റ് ഓൾസോ വി വിൽ ബി പ്രൊവൈഡിംഗ് ടു യു. സോ താങ്ക് യു. പ്ലീസ് മേക്ക് ഷുവർ യു വാച്ച് ദ വീഡിയോ ടിൽ ദി എൻഡ് ആൻഡ് ലെറ്റ്സ് സീ. റിവേഴ്സ് സിലോയിസമിൽ നമുക്ക് പ്രത്യേകിച്ച് റൂൾസോ റെഗുലേഷൻസോ ഒന്നും ഇല്ല. നമ്മൾ ആദ്യം പഠിച്ച ഡെഫിനറ്റ് കൺക്ലൂഷൻസും അതുപോലെ തന്നെ പോസിബിലിറ്റി കൺക്ലൂഷൻസ് പഠിച്ച കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം സോ ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് വി ആർ ആക്ച്വലി ടോക്കിംഗ് അബൌട്ട്. നൗ ജസ്റ്റ് എ മിനിറ്റ്. യാ സോ ഇവിടെ ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ നോക്കി നോക്ക്. ഇതുവരെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസിലെല്ലാം ഡെഫിനറ്റ് കൺക്ലൂഷൻ ആയാലും പോസിബിലിറ്റിയിലായാലും ആദ്യം സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും, താഴെയാണ് കൺക്ലൂഷൻസ് എഴുതുന്നത്. ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കൺക്ലൂഷൻ ഇവിടെ ആദ്യമേ തന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഫസ്റ്റ് സം വീൽസ് ആർ ബാംഗിൾസ് എന്നുള്ള കൺക്ലൂഷൻ ഉണ്ട്. രണ്ടാമത്തെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഓൾ റിംഗ്സ് ആർ വീൽസ്. ഇതിന്റെ മൂന്നാമത്തെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് സം ടയേഴ്സ് ആർ ബാംഗിൾസ്. സോ ബേസിക്കലി 3 കൺക്ലൂഷൻ ഉണ്ട്. ഇവിടെ ഈ ചോദ്യം എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്കിവിടെ ഈ 5 ഓപ്ഷൻ കിടക്കുന്നുണ്ട്, എ ബി സി ഡി ഇ. ഓക്കെ, ഈ 5 ഓപ്ഷനിലും കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഓരോ ഓപ്ഷനകത്ത് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അപ്പൊ നമുക്കിവിടെ ബേസിക്കലി കണ്ടെത്തേണ്ടത് ഇതിൽ ഏത് ഓപ്ഷനിൽ കിടക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ നിന്നാണ് ഈ 3 കൺക്ലൂഷൻസും ട്രൂ ആയിട്ട് കിട്ടുക. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പോൾ സപ്പോസ് ഓപ്ഷൻ എ, നമ്മൾ ഓപ്ഷൻ എ എടുക്കുമ്പോൾ ആദ്യം അതിൽ നിന്ന് ഫസ്റ്റ് കൺക്ലൂഷൻ ട്രൂ ആവുന്നോ നോക്കുക. അതേ ഓപ്ഷനിൽ രണ്ടാമത്തെ കൺക്ലൂഷൻ ട്രൂ ആവുന്നുണ്ടോ നോക്കുക. ഓക്കെ, നമ്മൾ നോർമലി ഇത് സ്റ്റേറ്റ്മെന്റും ഈ കൺക്ലൂഷൻ താഴെ കിടക്കണമെന്ന് അസ്യൂം ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല ഇതിൽ ചെയ്യാൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സം ബാംഗിൾസ് ആർ ട്രൂ ആവും നോക്കുക. ഒരേ ഓപ്ഷനിൽ നിന്ന് 3 കൺക്ലൂഷൻസ് ട്രൂ ആവണം. ഇനി ഒരു ഓപ്ഷനിൽ നിന്ന് ഫസ്റ്റ് കൺക്ലൂഷൻ ട്രൂ ആയി, സെക്കൻഡ് ഫോൾസ് ആയി കഴിഞ്ഞാൽ അവിടെ വെച്ച ഓപ്ഷൻ എലിമിനേറ്റ് ആയി. ഒരേ ഓപ്ഷനിൽ നിന്ന് 3 കൺക്ലൂഷൻസ് ട്രൂ ആവുമ്പോൾ മാത്രമാണ് അത് ട്രൂ ഓപ്ഷൻ ആവുന്നത്. ഓക്കെ, സോ നമുക്കിവിടെ നോക്കിയാൽ ആദ്യത്തെ നോക്കാം, സം വീൽസ് ആർ ബാംഗിൾസ്. ഇതൊരു ഡെഫിനറ്റ് കൺക്ലൂഷൻ ആണ്. യെസ്, ഡെഫിനറ്റ് കൺക്ലൂഷൻ ആണ്. സോ ഡെഫിനറ്റ് കൺക്ലൂഷൻ ആകുമ്പോൾ നമുക്ക് എന്ത് നോക്കണം? വീലും ബാംഗിളും. ആദ്യത് പോസിറ്റീവ് കൺക്ലൂഷൻ ആണ്, അപ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം കൺസേൺഡ് പോസിറ്റീവ് തന്നെ ആയിരിക്കണം. വീലും ബാംഗിലും കണക്ട് ചെയ്യാൻ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് വേണോ നോക്കിക്കഴിഞ്ഞാൽ ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, അതുപോലെ തേർഡ് സ്റ്റേറ്റ്മെന്റ്, എന്നിട്ട് ഈ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഈ 3 സ്റ്റേറ്റ്മെന്റ് കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീലും ബാംഗിളും കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നമുള്ള? നമ്മളെ കൺക്ലൂഷൻ എന്താണ്? പോസിറ്റീവ് ആണ്. നമ്മളെ റൂൾ പഠിച്ച ഓർമ്മയുണ്ടോ? ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പിൽ കൺക്ലൂഷൻ പോസിറ്റീവ് ആണെങ്കിൽ കൺസേൺ സ്റ്റേറ്റ്മെന്റ് എല്ലാം പോസിറ്റീവ് ആയിരിക്കില്ലേ? അപ്പോൾ കൺസേൺ സ്റ്റേറ്റ്മെന്റിൽ ഫസ്റ്റ് വൺ പോസിറ്റീവ് ആണ്, സെക്കൻഡ് വൺ പോസിറ്റീവ് ആണ്, പക്ഷേ മൂന്നാമത്തെ കൺക്ലൂഷൻ നെഗറ്റീവ് അല്ലേ? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് അല്ലേ? അപ്പോൾ അവിടെ വെച്ചാൽ എന്തായി? ആ ഓപ്ഷൻ പോയി. കാരണം ഫസ്റ്റ് കൺക്ലൂഷൻ തന്നെ അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. ഫസ്റ്റ് കൺക്ലൂഷൻ കിട്ടിയാലേ സെക്കൻഡ് കൺക്ലൂഷൻ നോക്കേണ്ട കാര്യമുള്ളൂ. സോ ഫസ്റ്റ് ഓപ്ഷൻ എന്തായാലും നമ്മുടെ ആൻസർ അല്ല. ഞാൻ പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ പോസ് ചെയ്തിട്ട് ഒരിക്കലും നോക്കുക. ഓക്കെ, പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് മേക്ക് ഷുവർ ഇതിന് മുമ്പുള്ള 12 വീഡിയോ കണ്ടതിന് ശേഷം ഇത് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഡയറക്റ്റ്ലി ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവാൻ പോകുന്നില്ല. ഓക്കെ, നൗ രണ്ടാമത്തേൽ നമുക്ക് 3 സ്റ്റേറ്റ്മെന്റ് വീണ്ടും ഉണ്ട്. അതിലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ കിടക്കുന്ന ഡെഫിനറ്റ് കൺക്ലൂഷൻ സം വീൽസ് ആർ ബാംഗിൾസ് ട്രൂ ആയിട്ട് കിട്ടുമെന്ന് നോക്കുക. അപ്പോൾ ഇതിൽ സം വീൽസ് ആർ ബാംഗിൾസ്, വീൽസും ബാംഗിൾസും കണക്ട് ചെയ്യണമെങ്കിൽ ഇതാ ഈ സ്റ്റേറ്റ്മെന്റ് വേണ്ടി വരും, അതേപോലെ ഈ രണ്ടാമത്തതും. സോ സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ടി വരുന്നത്. ഇത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. അപ്പോൾ വീൽസും ബാംഗിൾസും നമ്മളിവിടെ പറഞ്ഞിരുന്നതാണ്, ഇത് പോസിറ്റീവ് കൺക്ലൂഷൻ ആണ്. കൺക്ലൂഷൻ പോസിറ്റീവ് ആയിരിക്കുമ്പോൾ കൺസേൺ സ്റ്റേറ്റ്മെന്റ് എല്ലാം എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. പക്ഷേ ഇവിടെ കൺസേൺ സ്റ്റേറ്റ്മെന്റിൽ ആദ്യത്തെ തന്നെ നെഗറ്റീവ് അല്ലേ? അപ്പോൾ ആ കൺക്ലൂഷൻ, ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ആൻസർ കിട്ടും? ഇല്ല, ആ ഫസ്റ്റ് കൺക്ലൂഷൻ ട്രൂ ആവില്ല. സോ ഈ ഓപ്ഷൻ എന്ത് ചെയ്യാം? നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഐ ഹോപ്പ് ദിസ് ആൻസർ ഇസ് ക്ലിയർ. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ നോക്കാം. ഓക്കെ, നൗ മൂന്നാമത്തെ കേസിൽ വീണ്ടും വീൽസ് ബാംഗിൾസ് കണക്ട് ചെയ്യാൻ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് വേണം? ഈ പറയുന്ന സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, പിന്നെ തേർഡും ആൻഡ് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇത് പോസിറ്റീവ് കൺക്ലൂഷൻ ആണ്. കൺസേൺ സ്റ്റേറ്റ്മെന്റ് എല്ലാം പോസിറ്റീവ് തന്നെയാണ്. ഫസ്റ്റ് വൺ പോസിറ്റീവ് ആണ്, അതുപോലെ ഇത് രണ്ടാമത്തത് ഓൾ ആണ്, പോസിറ്റീവ് ആണ്, മൂന്നാമത്തത് ഓൾ ആണ്, പോസിറ്റീവ് ആണ്. അപ്പോൾ 3ഉം പോസിറ്റീവ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് കണക്ട് ചെയ്യാൻ പറ്റുമോ?
ഓക്കെ, അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യാൻ പറ്റുമെന്നാണ്. സി, ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റിൽ റിങ്സ് കോമൺ ഉണ്ട്, എന്നിട്ട് ഇവിടെ അറ്റ്ലീസ്റ്റ് ഒരു 100 ഉണ്ട്. അപ്പോൾ അത് കമ്പൈൻ ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. ഈ രണ്ടാമത്തെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ലാസ്റ്റ് രണ്ട് സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ ടയർസ് കോമൺ ഉണ്ട്, ഇവിടെ അറ്റ്ലീസ്റ്റ് ഒരു 100 ഉണ്ട്. സോ ബേസിക്കലി കമ്പൈൻ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് സിമ്പിളായിട്ട് ചെയ്യേണ്ടതാണ് ആ കോമൺ എലിമെന്റ് മൊത്തത്തിൽ വിട്ട് കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻകം എക്സ്പെൻഡിച്ചർ കാൽക്കുലേഷൻ ചെയ്താൽ മതി. ഇവിടെ വീൽസിന്റെ ഓക്കെ, ഇതിൽ ഇൻകം ആരുടെയാണ്, സ്റ്റേറ്റ്മെന്റ് ആണ് എപ്പോഴും ഇൻകം. ഓക്കെ, ബാങ്കലിന്റെ ഇൻകം എത്രയാണ്, ഇവിടെ 50 ആണ്. ബാങ്കലിന്റെ ഇൻകം 50, ഇവിടെ 50 ആണ്, ഇതിന്റെ എക്സ്പെൻഡിച്ചറും 50 ആണ്. സോ ബാങ്കലിന്റെ ഇൻകം 50 ആണ്, എക്സ്പെൻഡിച്ചറും 50 ആണ്. സോ ദിസ് കൺക്ലൂഷൻ ഇസ്, സോ ആ പാർട്ട് ശരിയാണ്. അടുത്ത് വീൽസിന്റെ ഇൻകം ഇവിടെ 50 ആണ്, എന്നിട്ട് കൺക്ലൂഷൻ ഇതെന്താണ്, എക്സ്പെൻഡിച്ചറും 50 ആണ്. സോ ഈ രണ്ട് പാർട്ടും ക്ലിയർ ആണ്. അപ്പോൾ ഫസ്റ്റ് കൺക്ലൂഷൻ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്റ്റേറ്റ്മെന്റ് ഇത് ട്രൂ കിട്ടുന്നുണ്ട്. ഫസ്റ്റ് കൺക്ലൂഷൻ ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യണം, രണ്ടാമത്തെ കൺക്ലൂഷൻ അതേ സ്റ്റേറ്റ്മെന്റ് ഇത് കിട്ടുമെന്ന് നോക്കാം. ഓൾ റിങ്സ് ആർ വീൽസ്, ഓൾ റിങ്സ് ആർ വീൽസ് ഇതിന്ന് കിട്ടുമെന്നുണ്ടോ നോക്കാം. ഓൾ റിങ്സ് ആർ വീൽസ് നമ്മൾ എന്ത് ചെയ്യണം, ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് വേണ്ടി വരും നോക്കാം. സോ ടെൽ മീ, എന്ത് വേണ്ടി വരും? യാ, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചിലർ കിട്ടിയിട്ടുണ്ടാവും. ഈ മൂന്നാമത്തതും നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്കത് കിട്ടുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് അല്ലേ? ആണല്ലോ, സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണ്. നമ്മൾ പഠിച്ചത് എന്താണ്, സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണ്, അല്ല സോറി, കൺക്ലൂഷൻ പോസിറ്റീവ് ആണ്, എന്നിട്ട് കൺസേൺ സ്റ്റേറ്റ്മെന്റ്സ് ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും. എന്താണ്, കൺസേൺ സ്റ്റേറ്റ്മെന്റ്സും പോസിറ്റീവ് ആയിരിക്കും. സോ കൺക്ലൂഷൻ പോസിറ്റീവ് ആണ്, ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്, കൺക്ലൂഷൻസ് രണ്ട് പോസിറ്റീവ് അല്ലേ? ആണല്ലോ. ഇനി നമുക്ക് രണ്ടിനെയും കമ്പൈൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സോ കമ്പൈൻ ചെയ്യാൻ വേണ്ടി എന്താണ്, കോമൺ എലിമെന്റ് ഏതാണ്, ടയർസ് ആണ്. കോമൺ എലിമെന്റിന്റെ മുകളിൽ എന്തോ ഉണ്ടാവണം, അറ്റ്ലീസ്റ്റ് 100 ഉണ്ടാവണം. ഉണ്ടല്ലോ, ഉണ്ട്. കമ്പൈൻ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. അടുത്ത ലാസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, ഇൻകം എക്സ്പെൻഡിച്ചർ കാൽക്കുലേഷൻ. ഇൻകം എക്സ്പെൻഡിച്ചർ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ എന്താണ്, ഇൻകം പാർട്ട് ഏതാണ്, സ്റ്റേറ്റ്മെന്റ് അല്ലേ ഇൻകം പാർട്ട്. അപ്പോൾ ഇതാണ് സ്റ്റേറ്റ്മെന്റ്. നമുക്ക് ആവശ്യമുള്ള റിങ്സിന്റെ ഇൻകം ഓളിന്റെ കൂടെ കിടക്കുന്നതുകൊണ്ട് ഇവിടെ ഇൻകം 100 ആണ്, ആൻഡ് ഇവിടെ റിങ്സിന്റെ എക്സ്പെൻഡിച്ചറും എന്താണ്, 100 തന്നെയാണ്. സോ ആ പാർട്ട് ഓക്കെയാണ്. ഇനി വീൽസിന്റെ ഇൻകം ഇവിടെ എന്താണ്, 50 ആണ്, ആൻഡ് ഇവിടെ എന്താണ്, എക്സ്പെൻഡിച്ചറും 50 ആണ്. സോ ദിസ് കൺക്ലൂഷൻ, രണ്ടാമത്തെ കൺക്ലൂഷനും ട്രൂ ആണ്. ആദ്യത്തതും രണ്ടാമത്തതും ഈ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേ സ്റ്റേറ്റ്മെന്റ് ഈ മൂന്നാമത്തെ കൺക്ലൂഷൻ കൂടെ ട്രൂ ആവും നമ്മൾ നോക്കുക. സം ടയർസ് ആർ ബാംഗിൾസ്. അപ്പോൾ മൂന്നാമത്തെ കൺക്ലൂഷൻ ട്രൂ ആവണമെങ്കിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് കണക്ട് ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. മൂന്നാമത്തെ കൺക്ലൂഷന് വേണ്ടി നമുക്ക് വരുന്ന സ്റ്റേറ്റ്മെന്റ് ഈ രണ്ടാമത്തതും ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമുക്ക് വേണ്ടി വരിക. ഓക്കെ, ഇനി പറയുന്ന മൂന്നാമത്തെ കൺക്ലൂഷനും എന്താണ്, പോസിറ്റീവ് ആണ്. അപ്പോൾ മൂന്നാമത്തെ കൺക്ലൂഷനിലുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റ്സ്, കൺസേൺ സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണമല്ലോ. അപ്പോൾ ഇത് പോസിറ്റീവ് ആണ്, ആൻഡ് ഈ രണ്ടാമത്തതും പോസിറ്റീവ് ആണ്. അവിടെയും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ നോക്കേണ്ടത് ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് കമ്പൈൻ ചെയ്യാൻ പറ്റുമെന്നാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റിങ്സ് കോമൺ എലിമെന്റ് ഉണ്ട്. ഓക്കെ, റിങ്സ് കോമൺ ഉണ്ട്, ആൻഡ് ആ റിങ്ങിന്റെ മുകളിൽ എന്തുണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു 100 ഉണ്ട്. സോ നമുക്ക് കമ്പൈൻ ചെയ്യാനും പറ്റും. അപ്പോൾ അവിടെയും പ്രശ്നമില്ല. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, സിംപ്ലി ഇൻകം എക്സ്പെൻഡിച്ചർ കാൽക്കുലേഷൻ. ഇവിടെ ഇൻകം എത്രയാണ്, യാ, വാട്ട് ഇസ് ദ ഇൻകം ഹിയർ, ബാംഗിൾസ് ഇൻകം 50 ആണ്, എന്നിട്ട് ഇവിടെ എക്സ്പെൻഡിച്ചർ 50 ആണ്, കുഴപ്പമില്ല. ഇനി ഇവിടെ ഒരുണ്ട്, യാ, അടുത്ത് ടയർസിന്റെ ഇൻകം 50 ആണ്, എന്നിട്ട് എക്സ്പെൻഡിച്ചറും 50 ആണ്. സോ ഇവിടെയും പ്രശ്നമില്ല. മൂന്നാമത്തെ കൺക്ലൂഷൻ എന്താണ്, നമുക്ക് ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ കിട്ടുന്നുണ്ട്. സോ മൂന്ന് കൺക്ലൂഷനും നമുക്ക് എന്താണ്, ഈ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ട്രൂ ആവുന്നുണ്ട്. ആൻഡ് നമ്മളെ ആൻസർ ഇതാണ്. മുമ്പോട്ടൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇതിൽ നിന്ന് തന്നെയാണ് നമുക്ക് ആൻസർ കിട്ടിയിട്ടുള്ള. മൂന്ന് കൺക്ലൂഷനും ഒറ്റ സ്റ്റേറ്റ്മെന്റിന് ട്രൂ ആവണം. ദാറ്റ്സ് ഓൾ. ആർ വി ക്ലിയർ വിത്ത് ദിസ്? ഇതാണ് സിലോയിസമിന്റെ കൺസെപ്റ്റ്. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, വേറെ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. നമ്മൾ അപ്ലൈ ചെയ്യുന്ന കാര്യം തന്നെയാണ് ഇവിടെ ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ എന്താ ചെയ്തത്, ഇതിനെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചിന്തിച്ചു. ഈ കറക്കുന്ന ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ചിന്തിച്ചു. സം എന്താണ്, വീൽസ് ആർ ബാംഗിൾസ്, ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ എടുത്തു. അപ്പോൾ സം വീൽസ് ആർ ബാംഗിൾസ് എന്നുള്ളത് ഈ സ്റ്റേറ്റ്മെന്റിൽ കിട്ടുന്നുണ്ടോ, അത് കിട്ടിയപ്പോഴും പിന്നെ അടുത്തത് അതേപോലെ ചിന്തിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അത്രേ ഉള്ളൂ ഈ ക്വസ്റ്റ്യനിൽ. ഓക്കെ, സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. സോ യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ക്ലിയർലി. ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്ത ഒരു കാര്യം പറഞ്ഞുതരാം. പോസിബിലിറ്റി ആയാലും ഡെഫിനറ്റ് ആയാലും നമ്മൾ ആദ്യം ചെയ്യുന്ന അപ്രോച്ച് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. വേറെ പ്രത്യേകിച്ച് പുതിയതൊന്നും ചെയ്യാനില്ല കേട്ടോ. വെറുതെ പോസിബിലിറ്റി ആണെന്ന് പറഞ്ഞിട്ട് കൺഫ്യൂസ് ആവരുത്. പോസിബിലിറ്റിയിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഡെഫിനറ്റ് കൺക്ലൂഷൻസ് കണ്ടെത്തുക. ആ ഡെഫിനറ്റ് കൺക്ലൂഷൻസ് വെച്ചിട്ട് അങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഉണ്ടോ എന്ന് നമുക്കറിയാലോ. ഓൾ എന്ന് പറഞ്ഞ ഡെഫിനറ്റ് കൺക്ലൂഷൻ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്, സം എന്നാണെങ്കിൽ എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്. വി ഹാവ് ലേൺഡ് ഓൾ ദോസ് തിങ്സ്. അതിനൊന്ന് അപ്ലൈ ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ ഈ കേസിൽ നമുക്ക് കൺക്ലൂഷൻസ് 3 ഉണ്ട്. സം സീസ് ആർ സ്റ്റോൺസ്, ഓക്കെ, യാ, സം സീസ് ആർ സ്റ്റോൺസ്. അതേപോലെ സം ജംഗിൾസ് ആർ ഹിൽസ്, എന്നിട്ട് സം സ്റ്റോൺസ് ആർ ഹിൽസ്. മൂന്നും ഡെഫിനറ്റ് കൺക്ലൂഷൻസ് തന്നെയാണ്.
അപ്പോൾ ആദ്യത്തെ ഓപ്ഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഈ 3 കൺക്ലൂഷൻ ട്രൂ ആയിട്ട് കിട്ടുമെന്ന് നോക്കണം. അപ്പോൾ സം സീസ് ആർ സ്റ്റോൺസ്, സിയും സ്റ്റോണും കണക്ട് ചെയ്യാൻ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് വേണമെന്നാണ് ആദ്യം നോക്കേണ്ടത്. സിയും സ്റ്റോണും കണക്ട് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ചിലർക്ക് ഇപ്പോൾ തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവും എന്താണെന്ന്. ഡെഫിനറ്റ്ലി മൂന്നാമത്തെ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിയും സ്റ്റോണും കണക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ കണ്ടോ, സ്റ്റോൺസ് ഇവിടെ ഉണ്ട്, എന്നിട്ട് ഇവിടെ സി ഉണ്ട്, ഇവിടെ നടുക്കൊരു കോമൺ എലിമെന്റും ഉണ്ട്. നമ്മൾ ആദ്യമേ പഠിച്ച ഒരു കൺസെപ്റ്റ് ഉണ്ട്. കൺക്ലൂഷൻ എന്താണ് ഇവിടെ? കൺക്ലൂഷൻ പോസിറ്റീവ് അല്ലേ? സമ്മും ഓളും പോസിറ്റീവ് കൺക്ലൂഷൻസ് ആണ്. പോസിറ്റീവ് കൺക്ലൂഷൻസ് ആണ്, ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. കാരണം സ്റ്റോണും സിയും ഒറ്റ സ്റ്റേറ്റ്മെന്റ് ഇല്ല, അപ്പോൾ ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. കൺക്ലൂഷൻ പോസിറ്റീവ് ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യണേ? കൺക്ലൂഷൻ പോസിറ്റീവ് ആണ്, ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് എന്ത് ചെയ്യും? അത് തന്നെ, ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പിലെ കൺസേൺ സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കണം? 2 പോസിറ്റീവ് ആയിരിക്കണം. ഇവിടെ ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് അല്ലേ? ഓൾ സ്റ്റോൺസ് ആർ ജംഗിൾസ് ആണല്ലോ. അതിനുശേഷം ഓൾ ജംഗിൾസ് ആർ സീസ്, അതും പോസിറ്റീവ് ആണ്. അപ്പോൾ അവിടെ പ്രശ്നമില്ല. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആയ സ്ഥിതിക്ക് നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ്സ് കമ്പൈൻ ചെയ്യണം. കമ്പൈൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതാ കോമൺ എലിമെന്റ് ഉണ്ടോ എന്ന് നോക്കുക. സോ കോമൺ എലിമെന്റ് ഏതാണ്? ജംഗിൾസ് കോമൺ ഉണ്ട്. ഓക്കെ, കോമൺ എലിമെന്റ് ഉണ്ടല്ലോ. പിന്നെ എന്താ നോക്കേണ്ടത്? കോമൺ എലിമെന്റ് മുകളിൽ എന്താ ഉണ്ടാവണം? അറ്റ്ലീസ്റ്റ് ഒരു 100 ഉണ്ടാവണം. കോമൺ എലിമെന്റ് മുകളിൽ അറ്റ്ലീസ്റ്റ് ഒരു 100 ഉണ്ടോ? ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇൻകം എക്സ്പെൻഡിച്ചർ കാൽക്കുലേഷൻ ചെയ്യുക. ഇവിടെ ഇൻകം ഏതാണ്? എപ്പോഴും ഓർമ്മ വേണം, ഇൻകം എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റിന്റെ പാർട്ടാണ്, കൺക്ലൂഷന്റെ പാർട്ടല്ല. ഇവിടെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ഓക്കെ, മുകളിലാണ് കൺക്ലൂഷൻ കിടക്കുന്നത്. അപ്പോൾ സ്റ്റോണിന്റെ ഇൻകം എത്രയാണ്? സ്റ്റോൺ ഓളിന്റെ കൂടെയാണ്. അപ്പോൾ സ്റ്റോണിന്റെ ഇൻകം ഇവിടെ 100 ആണ്. സ്റ്റോണിന്റെ ഇൻകം ഇവിടെ 100 ആണ്. എന്നിട്ട് അവിടെ എക്സ്പെൻഡിച്ചർ എന്താണ്? 50 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇൻകമിനെക്കാളും എക്സ്പെൻഡിച്ചർ കൂടാൻ പാടില്ല, അത്രേ ഉള്ളൂ. ഇൻകമിന്റെ അത്ര എക്സ്പെൻഡിച്ചർ ആവാം, അല്ലെങ്കിൽ ഇൻകമിനെക്കാളും കുറഞ്ഞിരിക്കുന്ന എക്സ്പെൻഡിച്ചർ, രണ്ടിൽ ഏതെങ്കിലും ആവാം. സോ ഇവിടെ ഇൻകം 100 ആണ്, എക്സ്പെൻഡിച്ചർ 50 ആണ്. ഇൻകമിനെക്കാളും എക്സ്പെൻഡിച്ചർ കുറവാണ്, ഒരു പ്രശ്നവുമില്ല, ആ പാർട്ട് ഓക്കെയാണ്. രണ്ടാമത്തത് സി എന്നുള്ളത് ഇവിടെ ഇൻകം എത്രയാണ്? 50 ആണ്. എന്നിട്ട് ഇവിടെ എക്സ്പെൻഡിച്ചർ 50 ആണ്, ഇൻകം എക്സ്പെൻഡിച്ചർ സെയിം ആണ്, അവിടെയും പ്രശ്നമില്ല. സോ ഫസ്റ്റ് കൺക്ലൂഷൻ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കിട്ടുന്നുണ്ട്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഫസ്റ്റ് കൺക്ലൂഷൻ ട്രൂ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യണം? അതേ സ്റ്റേറ്റ്മെന്റിന്, അതേ ഓപ്ഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ് കൺക്ലൂഷൻ ട്രൂ ആവും നോക്കുക. സം ജംഗിൾസ് ആർ ഹിൽസ്, സം ജംഗിൾസ് ആർ ഹിൽസ് കണക്ട് ചെയ്യണമെങ്കിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് വേണം? ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഓക്കെ, ഹിൽസ് ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് റോഡ് കണക്ട് ആവും, സ്റ്റോൺസ് കണക്ട് ആയിട്ട് നമുക്ക് ഇവിടെ ജംഗിൾ. അപ്പോൾ ആദ്യത്തെ 3 സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സം ജംഗിൾസ് ആർ ഹിൽസ് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. കൺക്ലൂഷൻ ഇവിടെ പോസിറ്റീവ് ആയ സ്ഥിതിക്ക് 3 കൺസേൺ സ്റ്റേറ്റ്മെന്റ്സ് പോസിറ്റീവ് ആയിരിക്കണം. ഇതും പോസിറ്റീവ് ആണ്, ഇതും പോസിറ്റീവ് ആണ്, അതേപോലെ തന്നെ ഇതും പോസിറ്റീവ് ആണ്. അപ്പോൾ അവിടെയും കുഴപ്പമില്ല. ഇനി നോക്കേണ്ടത് കമ്പൈൻ ചെയ്യാൻ പറ്റുമെന്നാണ്. ആദ്യത്തെ 2 സ്റ്റേറ്റ്മെന്റ് കമ്പൈൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇത് 2 സ്റ്റേറ്റ്മെന്റ് കോമൺ ഉണ്ട്, റോഡ്സ്, അതിലൊരു അറ്റ്ലീസ്റ്റ് ഒരു 100 ഉണ്ട്. അപ്പോൾ ആദ്യം 2 സ്റ്റേറ്റ്മെന്റ് കമ്പൈൻ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി അടുത്ത 2 സ്റ്റേറ്റ്മെന്റ് കമ്പൈൻ ചെയ്യണമെങ്കിൽ സ്റ്റോൺ കോമൺ ഉണ്ട്, അവിടെയും അറ്റ്ലീസ്റ്റ് ഒരു 100 ഇവിടെ ഉണ്ട്. അപ്പോൾ അതും കമ്പൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്? കമ്പൈൻ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എല്ലാ കോമൺ എലിമെന്റ്സും വിട്ട് കളയുക. പിന്നെ എന്താ ഉള്ള ബാക്കിയുള്ള മെയിൻ എലിമെന്റ്സ് വെച്ചിട്ട് ഇൻകം എക്സ്പെൻഡിച്ചർ കാൽക്കുലേഷൻ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ആവശ്യമുള്ള എലിമെന്റ്സ് ആയിരുന്നു ഹിൽസ് സം ജംഗിൾസ് ആർ ഹിൽസ് അല്ലേ. അപ്പോൾ ഹിൽസിന്റെ ഇൻകം ഇവിടെ എത്രയാണ്? 100 ആണ്. ഇൻകം 100 ആണ്, എക്സ്പെൻഡിച്ചറോ 50 ആണ്. ഇൻകമിനെക്കാളും എക്സ്പെൻഡിച്ചർ കൂടാൻ പാടില്ല. ഇൻകം കൂടുതൽ എക്സ്പെൻഡിച്ചർ കുറവായിരുന്നാൽ കുഴപ്പമില്ല, ഇൻകം എക്സ്പെൻഡിച്ചർ ഒരേപോലെ ഇരുന്നാലും കുഴപ്പമില്ല. സോ ഇൻകം 100ഉം എക്സ്പെൻഡിച്ചർ 50 ആണ്. സോ ഇവിടെ ഓക്കെ ആണ്. രണ്ടാമത്തെ നമ്മൾ എലിമെന്റ് ഏതാണല്ലോ? ജംഗിളിന്റെ ഇൻകം എത്രയാണ്? 50 ആണ്. ആൻഡ് ജംഗിളിന്റെ എക്സ്പെൻഡിച്ചർ ഇവിടെ എത്രയാണ്? 50 ആണ്. സോ ആ പാർട്ട് ഓക്കെ ആണ്. സോ നമുക്ക് ഇതേ ഓപ്ഷനിൽ ഇപ്പോൾ രണ്ടാമത്തെ കൺക്ലൂഷൻ എന്തായിട്ടുണ്ട്? ട്രൂ ആയിട്ടുണ്ട്. ഐ ഹോപ്പ് ദിസ് പോയിന്റ് ഇസ് ക്ലിയർ. എല്ലാവർക്കും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ രണ്ടാമത്തെ കൺക്ലൂഷൻ നമുക്ക് ട്രൂ ആയിട്ടുണ്ട്. Now let's talk about the last conclusion. Some stones are hills. അപ്പോൾ നമുക്ക് ഇതേ ഓപ്ഷനിൽ നിന്ന് സ്റ്റോണും ഹില്ലും കൂടെ നമുക്ക് എന്താവണം? ട്രൂ ആവണം. ഓക്കെ, ഇതേ ഓപ്ഷനിൽ സ്റ്റോണും ഹില്ലും ട്രൂ ആവണം. സ്റ്റോണും ഹില്ലും കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് വേണം? ആദ്യത്തെ 2 സ്റ്റേറ്റ്മെന്റ് സ്റ്റോണും ഹില്ലിനെ കണക്ട് ചെയ്യാൻ പറ്റും, ശരിയല്ലേ? ആദ്യത്തെ 2 സ്റ്റേറ്റ്മെന്റ് കണക്ട് ചെയ്യാൻ പറ്റില്ലേ? ഹിൽസ് ഇവിടെ ഉണ്ട്, സ്റ്റോൺ ഇവിടെ ഉണ്ട്, റോഡ്സ് കോമൺ ഉണ്ട്. ഈ കൺക്ലൂഷൻ പോസിറ്റീവ് ആണ്. അപ്പോൾ കൺസേൺ സ്റ്റേറ്റ്മെന്റ് 2 പോസിറ്റീവ് ആയിരിക്കണം. ഇത് ഓൾ ആണ്, പോസിറ്റീവ് ആണ്. ഇപ്പൊ ഇനി നമുക്ക് മുമ്പോട്ട് പ്രൊസീഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ സ്റ്റേറ്റ്മെന്റ്സിനെ കമ്പൈൻ ചെയ്യാൻ നോക്കണം. കമ്പൈൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? കോമൺ എലിമെന്റ് ഉണ്ടാവണം. കോമൺ എലിമെന്റ് ഉണ്ടല്ലോ, ഉണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് അറ്റ്ലീസ്റ്റ് ഒരു 100 ഉണ്ടോ എന്നാണ്. ഇവിടെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 100 ഉണ്ടല്ലോ, അതുമുണ്ട്. സോ അത്ര ആയി കഴിഞ്ഞാൽ നമുക്ക് ഇനി കമ്പൈൻ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. ഇനി എന്താണ് അവസാനം ചെയ്യാനുള്ളത്? ഇനി സിമ്പിൾ ആയിട്ടുള്ള കാര്യമുള്ളൂ. ഇൻകം എക്സ്പെൻഡിച്ചർ കാൽക്കുലേഷനേ ചെയ്യാനുള്ളൂ. ഇവിടെ സ്റ്റോണിന്റെ ഇൻകം എത്രയാണ്? 50 ആണ്. സ്റ്റോണിന്റെ എക്സ്പെൻഡിച്ചറോ 50 ആണ്. അപ്പോൾ ആ പാർട്ട് ഓക്കെ ആണ്. ഹില്ലിന്റെ ഇൻകം ഇവിടെ 100 ആണ്, ഹില്ലിന്റെ എക്സ്പെൻഡിച്ചർ 50 ആണ്.
ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇൻകമിനെക്കാളും എക്സ്പെൻഡിച്ചർ കൂടാൻ പാടില്ലെന്നേ ഉള്ളൂ. ഇൻകം എക്സ്പെൻഡിച്ചർ സെയിം ആവാം, അല്ലെങ്കിൽ ഇൻകമിനെക്കാളും എക്സ്പെൻഡിച്ചർ കുറഞ്ഞു നിൽക്കാം. അപ്പോൾ ഇവിടെ എന്താണ്, എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. ആൻഡ് ബേസിക്കലി തേർഡ് കൺക്ലൂഷനും നമുക്ക് എന്താണ് ഇവിടെ നിന്ന് ട്രൂ ആവുന്നുണ്ട്. ഹെൻസ് ഓപ്ഷൻ എ ഇസ് ദ ആൻസർ. ഇസ് മൈ പോയിന്റ് ക്ലിയർ? Now let me be very frank to you, understand one thing. ഈ റിവേഴ്സ് സിലോജിസം എന്നുള്ള ക്വസ്റ്റന് ഇതുവരെ ആ കൂടി വന്നിട്ടുള്ളത് എൻ്റെ അറിവിൽ ഫസ്റ്റ് 2016 SBI PO എക്സാമിനാണ് ഫസ്റ്റ് ടൈം വന്നത്. ഓക്കെ, ആ സമയത്ത് അത് മെയിൻസിലാണ് SBI PO വന്നിട്ടുള്ളത്. Now you have to understand, when you get this question in the mains, അതിന് പ്രിലിംസിനെക്കാളും നമുക്ക് കുറച്ചുകൂടെ അധികം സമയം ഉണ്ടാവും ഇത് ചെയ്യാൻ. ഓക്കെ, നിങ്ങൾ ചിലർ വിചാരിക്കുന്നുണ്ടോ ഇത്ര എല്ലാം ചെക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് സമയം തകയുമില്ലെന്ന്. പ്രിലിംസിൽ ഇതുവരെ അത് ചോദിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല. സോ ചോദിച്ചിട്ടുള്ളത് മെയിൻസിലാണ്. സോ മെയിൻസിൽ അതിനനുസരിച്ചുള്ള സമയം ഉണ്ടാവും. സോ പ്ലീസ് മേക്ക് ഷുവർ യു പ്രാക്ടീസ് ഇനഫ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഡെഫിനറ്റും പോസിബിലിറ്റി കൺക്ലൂഷൻസും. ഇനി അടുത്ത ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്ന ഓൺലി എ ഫ്യൂ കേസ്. ഇതാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. കാരണം അത് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഇത് ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുള്ളൂ, എന്നാലും അറിഞ്ഞിരിക്കുന്നത് എങ്ങനെ ചെയ്യണം. ഇതിന് പുതിയ കൺസെപ്റ്റ് ഒന്നും ഇല്ല, ജസ്റ്റ് നമ്മൾ പഠിച്ച നോളജിനെ അപ്ലൈ ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഇതിൽ വറി ആവേണ്ട ആവശ്യമില്ല. സോ ഐ ഹോപ്പ് ദിസ് പോയിന്റ് ഇസ് ക്ലിയർ. ഇപ്പോൾ ഫസ്റ്റിലാണ് നമ്മൾ ആൻസർ കിട്ടി, ഇവിടെ ബാക്കിയൊന്നും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. സപ്പോസ് ഇവിടെ താഴെ ഓപ്ഷൻസിൽ 1 2 1 2 3 അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് 1 കിട്ടിയ സ്ഥിതിക്ക് 1 2 എന്നുണ്ടെങ്കിൽ 2 കൂടെ ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഓപ്ഷൻസ് ഒന്നും ഇല്ല. സോ എ മാത്രമാണ് ആൻസർ. വി ഡോണ്ട് ഹാവ് ടു ചെക്ക് എനിത്തിങ് എൽസ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, സോ ലെറ്റ്സ് സീ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ പോസിബിലിറ്റി കേസും കൂടെ ഉണ്ട്. ഓക്കെ, കാണാലോ അല്ലേ? യാ, ഓക്കെ. സോ നമ്മളെ ഫസ്റ്റ് കൺക്ലൂഷൻ, ഇവിടെ നമുക്ക് 3 കൺക്ലൂഷൻ ഉണ്ട്. സം ത്രെഡ്സ് ആർ റൂംസ്, സം നീഡൽസ് ആർ ക്ലോത്ത്സ്, സം ത്രെഡ്സ് ആർ ഹൗസ് ഇസ് എ പോസിബിലിറ്റി. സോ 3 കൺക്ലൂഷൻ ഉണ്ട്. നമ്മൾ ഈ പറയുന്ന 5 ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ നമുക്ക് ഈ 3 എണ്ണം ട്രൂ ആയിട്ട് കിട്ടണം. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് സം ത്രെഡ്സ് ആർ റൂംസ് ഫസ്റ്റ് ഓപ്ഷനിൽ വെച്ച് ട്രൈ ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ഓപ്ഷനിൽ വെച്ച് ട്രൈ ചെയ്യുമ്പോൾ ത്രെഡ്സും റൂമും കണക്ട് ചെയ്യാൻ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് വേണം? ത്രെഡും റൂമും കണക്ട് ചെയ്യാനാണെങ്കിൽ ചിലർക്ക് ഇപ്പോഴേ പിടിയിട്ടുണ്ടാവും, ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും കൂടെ ആകുമ്പോൾ ത്രെഡും റൂമും കണക്ട് ചെയ്യാൻ പറ്റും. കണ്ടല്ലോ, അതിൽ ക്ലോത്ത് കോമൺ ഉണ്ട്. ഇനി ഇവിടെ പ്രശ്നം എന്താണ്? സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ എന്താണ്? ഇത് പോസിറ്റീവ് ആണ്. കൺക്ലൂഷൻ പോസിറ്റീവ് ആണ്. റിലേഷൻഷിപ്പ് എന്താണ്? ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. നമ്മൾ ഇത്രയും നേരം പഠിച്ച ഒരു കാര്യമുണ്ട്. കൺക്ലൂഷൻ പോസിറ്റീവ് ആണ്, ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ കൺസേൺ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം തന്നെ എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ ഇവിടെ കൺസേൺ സ്റ്റേറ്റ്മെന്റ് ഇത് ആദ്യത്തെ പോസിറ്റീവ് ആണ്, പക്ഷെ രണ്ടാമത്തെ എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ കൺക്ലൂഷൻ തന്നെ ഈ ഫസ്റ്റ് ഓപ്ഷനിൽ കിട്ടുന്നില്ല. പിന്നെ ബാക്കി 2 ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരു ആവശ്യമില്ല, അവിടെ വെച്ച് തീർന്ന ആൻസർ. സോ ദിസ് ഓപ്ഷൻ ഇസ് ഗോൺ. ഇവിടെ നമുക്ക് ഇനി നോക്കാനില്ല. ഇനി രണ്ടാമത്തെ നോക്കാം. ത്രെഡ് റൂമിലെ കണക്ട് ചെയ്യേണ്ടത്. ഇവിടെയും ത്രെഡ് റൂം കണക്ട് ചെയ്യാൻ ഈ രണ്ടാമത്തെയും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ വേണ്ടി വരും. അവിടെയും സെയിം പ്രശ്നം തന്നെയാണ്. കൺക്ലൂഷൻ പോസിറ്റീവ് ആണ്, കൺസേൺ സ്റ്റേറ്റ്മെന്റിൽ ഒരെണ്ണം നെഗറ്റീവ് ആണ്. സോ ഈ ഓപ്ഷന് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, മൂന്നാമത്തെ കേസ് നോക്ക്. ത്രെഡും റൂമും കണക്ട് ചെയ്യണം. ഇവിടെയും നോക്കിക്കഴിഞ്ഞാൽ ത്രെഡും റൂമും നമുക്ക് ഈ 2 സ്റ്റേറ്റ്മെന്റിലാണുള്ളത്. ഇവിടെയും കൺക്ലൂഷൻ പോസിറ്റീവ് ആണ്, കൺസേൺ സ്റ്റേറ്റ്മെന്റിൽ ഇത് പോസിറ്റീവ് ആണ്, പക്ഷെ ഇവിടെ എന്താണ്? നെഗറ്റീവ് ആണ്. സോ ഈ കൺക്ലൂഷനും ഈ ഓപ്ഷനും എന്താണ്? ഫോൾസ് ആണ്. ഓക്കെ, നാലാമത്തേന് നോക്കാം. ഇനി വേണമെങ്കിൽ നാലാമത്തെ നോക്കിയിട്ട് അഞ്ചാമത്തെ കൂടി ജസ്റ്റ് നോക്കാം. നോക്ക്, ത്രെഡും റൂമും കണക്ട് ചെയ്യാൻ ഇവിടെ കണ്ടോ? കൺസേൺ സ്റ്റേറ്റ്മെന്റ്, കൺസേൺ കൺക്ലൂഷൻ പോസിറ്റീവ് ആണ്. ഇവിടെ 2 സ്റ്റേറ്റ്മെന്റും നെഗറ്റീവ് ആണ്. സോ ഇവിടെയും കിട്ടില്ല. നമ്മൾ ആൻസർ ഓൾറെഡി ഇവിടെ ആയി കഴിഞ്ഞു. വേണമെങ്കിൽ കൺഫേം ചെയ്യാന്നേ ഉള്ളൂ. ഇപ്പൊ ത്രെഡും, നമ്മൾ ആൻസർ ഇത് തന്നെയാണ്. ത്രെഡും റൂമും ഓക്കെ, കോമൺ എലിമെന്റ് ഉണ്ട് ക്ലോത്തിന്റെ മുകളിൽ അറ്റ്ലീസ്റ്റ് ഒരു 100 ഉണ്ട്, അവിടെ ഓക്കെ ആണ്. ഇനി നോക്ക്, ത്രെഡിന്റെ ഇൻകം എത്ര? 100. ത്രെഡിന്റെ ഇവിടെ എക്സ്പെൻഡിച്ചർ എത്ര? 50. അപ്പോൾ അത് ഓക്കെ ആണ്. റൂമിന്റെ ഇൻകം ഇവിടെ 50 ആണ്, റൂമിന്റെ എക്സ്പെൻഡിച്ചർ ഇവിടെ 50 ആണ്. സോ ആ കൺക്ലൂഷൻ ഓക്കെ ആണ്. അപ്പോൾ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ഇത് ഫസ്റ്റ് കൺക്ലൂഷൻ കിട്ടി. ഓൾറെഡി നമുക്ക് ഇതാണ് ആൻസർ എന്ന് മനസ്സിലായി. കാരണം നമുക്ക് ലാസ്റ്റ് 1 എലിമിനേറ്റ് ചെയ്യാൻ പറ്റി, ബാക്കി എല്ലാം എലിമിനേറ്റ് ആയി. ഇതൊന്നും മാത്രം ആൻസർ ആണെന്ന് അറിയാം, എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നതേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഒരു കൺഫർമേഷന് വേണ്ടി മാത്രം. അപ്പോൾ ഫസ്റ്റ് കൺക്ലൂഷൻ ഓക്കെ. സെക്കൻഡ് കൺക്ലൂഷൻ, സം നീഡൽസ് ആർ ക്ലോത്ത്സ്. സം നീഡൽസ് ആർ ക്ലോത്ത്സ് എന്ന് പറയുമ്പോൾ നീഡലും ക്ലോത്തും കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് വേണ്ടി വരും? നീഡൽ ആദ്യത്തത് വേണ്ടി വരും, സെക്കൻഡ് വേണ്ടി വരും. ആദ്യത്തെയും സെക്കൻഡും മതി, 2 സ്റ്റേറ്റ്മെന്റ് മതി. അതിൽ കൺക്ലൂഷൻ പോസിറ്റീവ് ആണ്, കൺസേൺ സ്റ്റേറ്റ്മെന്റ് ഇതും പോസിറ്റീവ് ആണ്, ഇതും പോസിറ്റീവ് ആണ്. ഇനി കോമൺ എലിമെന്റ് ഉണ്ടോ എന്ന് നോക്കിയാൽ ത്രെഡ് കോമൺ ആണ്. ഓക്കെ, അതിന്റെ മുകളിൽ അറ്റ്ലീസ്റ്റ് ഒരു 100 ഉണ്ട്, അവിടെയും കുഴപ്പമില്ല. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇൻകം എക്സ്പെൻഡിച്ചർ കാൽക്കുലേഷൻ. നീഡലിന്റെ ഇൻകം എത്ര? നീഡലിന്റെ ഇൻകം 100 ആണ്, അവിടെ നീഡൽസിന്റെ എക്സ്പെൻഡിച്ചർ എത്ര? 50 ആണ്. ഓക്കെ, സോ അത് ഓക്കെ ആണ്. ഇനി അടുത്തുള്ളത് എന്താണ്? ക്ലോത്തിന്റെ ഇൻകം ഇവിടെ 50 ആണ്, അവിടെ എക്സ്പെൻഡിച്ചറും 50 ആണ്. സോ അവിടെയും പ്രശ്നമില്ല. സോ സെക്കൻഡ് കൺക്ലൂഷൻ ഈസ് ഓൾസോ ട്രൂ. ഈസ് മൈ പോയിന്റ് ക്ലിയർ? ഓക്കെ, നൗ
ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ലാസ്റ്റ് കൺക്ലൂഷൻ. സം ത്രെഡ്സ് ആർ ഹൗസ് ഇസ് എ പോസിബിലിറ്റി. ഇത് ഓക്കെ, ഇത് പോസിബിലിറ്റി കേസാണ്, ഇത് പോസിബിലിറ്റി കേസാണ്. സോ നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കൺക്ലൂഷൻ ഇതല്ലേ, ഓപ്ഷൻ ഇതല്ലേ. നമുക്ക് ആദ്യം എന്താണ് ചെയ്യേണ്ടത്? പോസിബിലിറ്റി കേസ് ആകുമ്പോൾ ഇതിലുള്ള രണ്ട് എലിമെന്റ്സ് ത്രെഡും ഹൗസും, ത്രെഡിനും ഹൗസിനും ഇടയിൽ നമുക്ക് എന്ത് വേണം? ആദ്യം ഒരു ഡെഫിനറ്റ് കൺക്ലൂഷൻ കണ്ടെത്തണം. ത്രെഡ് ആൻഡ് ഹൗസ് അവർക്കിടയിൽ ഡെഫിനറ്റ് കൺക്ലൂഷൻ കണ്ടെത്തണം. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ പോസിബിലിറ്റീസ് വരും നോക്കണം. അപ്പോൾ ത്രെഡും ഹൗസും കണക്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ്സ് വേണ്ടി വരിക? ഇത് വേണ്ടി വരും, ഇവിടെ വേണ്ടി വരും. ഓക്കെ, സോ നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത്? ആദ്യം ഡെഫിനറ്റ് കൺക്ലൂഷൻ കണക്ട് ചെയ്യണമെങ്കിൽ റിലേഷൻഷിപ്പ് നോക്കുക, ഇൻഡയറക്റ്റ് ആണെന്ന് മനസ്സിലായി. ഇനി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ക്ലോത്ത് ഉണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു 100 ഉണ്ട്. ഓക്കെ, റൂം ഉണ്ട്, പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു 100 ഉണ്ടോ? 250 അല്ലേ? ആൻഡ് നിങ്ങൾക്ക് അന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടാവും, കോമൺ എലിമെന്റ് ഇല്ല, കോമൺ എലിമെന്റിൽ അറ്റ്ലീസ്റ്റ് ഒരു 100 ഇല്ലെങ്കിൽ അതെന്താവും? നോ കൺക്ലൂഷൻ കേസ് ആവും. നോ കൺക്ലൂഷൻ കേസ്. നിങ്ങൾ ഇതിനു മുമ്പുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോ കൺക്ലൂഷൻ കേസ് ആയി കഴിഞ്ഞാൽ എല്ലാ പോസിബിലിറ്റീസും ഓൾ ഔട്ട്, സം ഔട്ട്, നോ ഔട്ട് എല്ലാം ട്രൂ ആവും. ഓക്കെ, സോ ഇവിടെ കിടക്കുന്ന കൺക്ലൂഷനും എന്താവും? ഓട്ടോമാറ്റിക്കലി ട്രൂ ആവും. ഓക്കെ, സോ നോ കൺക്ലൂഷൻ കേസ് വന്ന സ്ഥിതിക്ക് ആ പോസിബിലിറ്റി ഓട്ടോമാറ്റിക്കലി ട്രൂ ആണ്. ഹെൻസ് ഡെഫിനറ്റ്ലി our answer is option D. Clear? Okay, so I hope that നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചതെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. പ്ലീസ് മേക്ക് ഷുവർ സിലോയിസമിന്റെ ക്വസ്റ്റൻസ് ഞാൻ പറഞ്ഞ പോലെ നമ്മളെ ആപ്പിലോ വെബ്സൈറ്റിലോ കയറിയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആ ക്വസ്റ്റൻ സോൾവ് ചെയ്യാൻ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും. ആ ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഐഡിയ കിട്ടും, നിങ്ങൾക്ക് ഇത് പറഞ്ഞതെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലേ. ആൻഡ് പ്ലീസ് മേക്ക് ഷുവർ യു ഹാവ് എ പേഷ്യൻസ്. ഓക്കെ, ഇതൊരു പുതിയ മെത്തഡാണ്. ഒരു ദിവസം കൊണ്ട് അപ്ലൈ ചെയ്താൽ എല്ലാം കിട്ടുമെന്ന് വിചാരിക്കണ്ട. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, അതിനുള്ള ക്ഷമ വേണം. ഇത് ക്ഷമ ഇവിടെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് ക്വസ്റ്റൻസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മറ്റുള്ള എല്ലാ മെത്തേഡിനെക്കാളും ഇത് പെട്ടെന്ന് ചെയ്യാനും പറ്റും. പേനയും പേപ്പറിന്റെ ആവശ്യമില്ല, ജസ്റ്റ് നോക്കി ചെയ്യാം. പൊതുവെ റിവേഴ്സ് സിലോയിസം, വെൻ ഡയഗ്രം മെത്തേഡൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് ടു ഡ്രോ ലോട്ട് ഓഫ് തിങ്സ്. അതിനൊന്നും ഇതിന്റെ ആവശ്യമില്ല. ഇപ്പൊ നേരത്തെ ക്വസ്റ്റൻ ചെയ്ത പോലെ ഇപ്പൊ ഈ ക്വസ്റ്റനിൽ തന്നെ നോക്കും, 4 ഓപ്ഷൻസ് ഓട്ടോമാറ്റിക്കലി എലിമിനേറ്റ് ആയതാണ്. ഈ ഒരെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ലോട്ട് ഓഫ് ക്വസ്റ്റൻസ് യു വിൽ ഗെറ്റ്. നിങ്ങൾ കുറെ ക്വസ്റ്റൻസ് ചെയ്ത് വന്നിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇത് മനസ്സിലാവും, ഇത് വർക്ക്ഔട്ട് ആവോ ഇല്ല പറ്റുമോ ഇല്ലെന്ന്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓർമ്മ പറയുന്നത്. ബട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പിന്നീട് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യം വരില്ല. ഓക്കെ, സോ പ്ലീസ് മേക്ക് ഷുവർ മൊത്തം ക്വസ്റ്റൻസ് ചെയ്യാൻ നോക്കുക. ഡെയിലി ബേസിസിൽ നമ്മൾ ക്വസ്റ്റൻസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ ക്വസ്റ്റൻസ് ചെയ്യുക, ടൈമർ ഇട്ടിട്ടുണ്ട്. സോ ടൈം മാനേജ് ചെയ്ത് ചെയ്യാൻ നോക്കുക. ആൻഡ് വിത്ത് ദാറ്റ് യു വിൽ എൻഡ് അപ്പ് ഹാവിങ് എ സ്ട്രോങ് കമാൻഡ് ഓവർ സിലോയിസം ഓൾസോ. ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ ഞാൻ ഓൺലി എ ഫ്യൂ കേസ് ഡിസ്കസ് ചെയ്യും. ആൻഡ് ഐ പ്രോമിസ് ദാറ്റ് ഹിയർ ആഫ്റ്റർ there will be no further delay in videos. So thank you all of you. Have patience and please for having patience. And please make sure നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ആളിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സോൾവ് ദ ടെസ്റ്റ്. ഓക്കെ, എത്രത്തോളം പറ്റുമോ ടെസ്റ്റ് സോൾവ് ചെയ്യുക. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ ബൈ.